മസൂദ് ഉസ്താദിന്റെ മരണം ഇന്നും ഓരോരുത്തരും കണ്ണുനീരൊലിപ്പിക്കാൻ. മുഅ്മിനീങ്ങൾ മുഴുവനും സമീപകാലത്ത് ഇങ്ങനൊരു മരണത്തെ കേട്ടതായി നമ്മുടെ ജീവിതത്തിൽ ഓർമ്മയില്ല. ഇത്ര സെറ്റപ്പുള്ളൊരു മനുഷ്യൻ. ആത്മീയത കുറവുണ്ടായിട്ടാ? ദ്വാരക്കാത്ത കുറവാ? ജീവിതത്തിൽ മോശം ഉണ്ടായിട്ടാ? വ്യക്തിപരമായി എന്തെങ്കിലും വഷളത്തരം ഉണ്ടായിട്ടാണോ? എന്തെങ്കിലും രോഗത്തിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിട്ടാണോ? ഒരു മിനിറ്റ് വിശ്രമിക്കാൻ പോലും സമയമില്ലാതെ ഓടി ദീനിയായ വിഷയത്തിന് വേണ്ടി മാത്രം രാവും പകലും ഈ 24 അവർ കറങ്ങുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വലിയ പണ്ഡിതനാണ് ഹാഫിള് മസ്ഊദ് സഖാഫി ഉസ്താദ്. തിരുവമ്പാടിക്കാർക്ക് നേരിട്ട് അത് കേട്ട് വരികയുണ്ടോന്ന് അറിയില്ല. ഇവിടെ നടന്നോ? എപ്പോഴാന്ന് സ്ഥലം വരുന്നുണ്ടല്ലേ? നിങ്ങൾക്കറിയാലോ. നേരിട്ട് കണ്ടവരാണ്, ആസ്വദിച്ചവരാണ്. അവരിൽ നിന്ന് ആത്മീയ ആനന്ദം കൊണ്ട ആളുകളാണ്. ഇന്നും മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ വേദന പോയിട്ടില്ല, നെട്ടൽ പോയിട്ടില്ല. പറയുന്നവരും കേൾക്കുന്നവരും ഒരുപോലെ കണ്ണു നനക്കാണ്. അദ്ദേഹത്തിന്റെ ആത്മീയ ദറജയ്ക്ക് വേണ്ടി ഓതാനും ചെയ്യാനും ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. ഒരു പ്രധാനപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഹദിയ എന്ന് പറഞ്ഞിട്ട്. അത് കുറെ കാലങ്ങൾക്ക് ഇങ്ങോട്ട് ഓരോ ഉസ്താദുമാരും മഹാന്മാരൊക്കെ വഫാത്തായി കേൾക്കുമ്പോൾ അവരെ പേരയിലിട്ട് ദഹ്ലീലല്ലി യാസീനോദി അതിലുള്ള ആളുകൾക്ക് കൂട്ടിയിട്ട് അങ്ങനെ ഒരു ദുആ അങ്ങനെ നടത്തി, അങ്ങനെ എല്ലാ പരിപാടിയിലും അങ്ങനെ കൂടുന്നതാണ്. അതിൽ നിന്ന് മസ്ഊദ് ഉസ്താദിന് വേണ്ടി മാത്രം ഒരു വാട്സപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിൽ നിന്ന് എങ്ങനെ ലിങ്ക് വിട്ടുകൊണ്ട് മസ്ഊദ് ഉസ്താദിന്റെ പേരിൽ തഹ്ലീൽ ചൊല്ലാൻ വേണ്ടി പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് പുതിയതായി ഉണ്ടാക്കാന്നുള്ള ചർച്ചയിൽ ലിങ്ക് ഇട്ടുകൊണ്ട് ആരംഭിച്ചു. 2 ദിവസം കൊണ്ട് അത് 800-900 ആളായി മാറി. അസ്ലിയായ ഗ്രൂപ്പിൽ ഇപ്പോഴും 350 ആൾക്കാരുള്ളൂ. പക്ഷേ അവരും അവരുടെ കെയർ ഓഫിലും വന്ന ആളുകൾ 800 അതിലേക്ക് വരുന്ന. എനിക്കറിയില്ല അങ്ങനെ റിക്വസ്റ്റ് എന്താ കാട്ടേണ്ടത്. ഓരോ ദിവസം 25, 50, 100 ഓരോ മണിക്കൂറിൽ ഇങ്ങനെ റിക്വസ്റ്റ് വരാം. അല്ലെങ്കിൽ കയറിയിട്ടാണോ കയറാൻ കഴിയായിട്ടാണോ അറിയില്ല. പേഴ്സണൽ മെസ്സേജ് ആക്കും ഉസ്താദ് ഗ്രൂപ്പിൽ നിന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്ക് സമയമില്ല. തഹ്ലീൽ പ്രഖ്യാപിച്ചു. 20 ലക്ഷം തഹ്ലീൽ കഴിഞ്ഞു, സ്റ്റോപ്പ് ഇട്ടു. ഇന്ന് വൈകുന്നേരത്തോടെ 20 ലക്ഷം തഹ്ലീൽ. ആ ഒരു ഒറ്റ ഗ്രൂപ്പില് 20 ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരൊറ്റ ഗ്രൂപ്പിലാണ്. അങ്ങനത്തെ ഒരുപാട് ഗ്രൂപ്പ്, ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് നാടുകളിൽ മുമ്പിൽ പോയ ഒരുപാട് സ്ഥലങ്ങളിൽ. ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. ഇപ്പൊ യാസീൻ പ്രഖ്യാപിച്ചു 5, 10, 20 5, 10, 20 യാസീൻ ഓതിയത് ഇങ്ങനെ മെസ്സേജ് വന്നു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച ആകുമ്പോഴേക്ക് മഗ്രിബ് ആകുമ്പോഴേക്ക് 4444 യാസീൻ ഓതാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചു. 4000 അല്ല 40,000 മോള് കയറുന്ന ചിക്കപ്പം. ഇതൊക്കെ ആത്മീയമായ ഇടപാടാണ്. കാരണം അദ്ദേഹം ഭാഗ്യവാനാണ്. പക്ഷേ അദ്ദേഹം ഇവിടെ ക്ലാസ് എടുത്തു കേട്ടവരും അദ്ദേഹത്തിന്റെ മുത്താലിമീങ്ങളും മക്കളും കുടുംബവും അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ സങ്കടത്തിലെ വിരഹവേദനയുടെ എല്ലാവർക്കും അറിയാം. മസ്ഊദ് ഉസ്താദ് അള്ളാഹുവിന്റെ മുന്നിൽ വെറുതാവൂല. കാരണം പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. മനഃപ്പാഠമാക്കി പരിശുദ്ധ ഖുർആന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് പഠിച്ചു. ദിവസവും രാത്രി ഒഴിവില്ല. പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളാണ് അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ. അത് തന്നെ എല്ലാവരും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ വളരെ സ്നേഹസമ്പന്നമായ നിർദ്ദേശങ്ങൾ കൊടുത്ത ക്ലാസ്. അതുകൊണ്ടാണ് ആണുങ്ങളും പെണ്ണുങ്ങളും പ്രായമുള്ളവരും ചെറുപ്പക്കാരും കുട്ടികളും ആലിമീങ്ങളും മുത്തആലിമീങ്ങളും ഒരുപോലെ കണ്ണുനീരൊലിപ്പിക്കേണ്ടത്. അദ്ദേഹത്തെ അറിയുന്നവരും അറിയാത്തവരും നമുക്കൊക്കെ വിളിച്ചിട്ട് എത്ര ആളുകളെ പൊട്ടിക്കരയുന്നത്. നേരിട്ടും ബജ്ജൽ ഉസ്താദേ അദ്ദേഹത്തിന്റെ വയല് ക്ലാസ് വല്ലാത്തൊരു നഷ്ടമാണല്ലോ. ഞാൻ ആ വീട്ടിൽ പോയി ജനാസ കണ്ട് ദ്വാരക്കുന്ന സമയത്ത് അവിടെ ഒരു മനുഷ്യനും കരയാതിരുന്നിട്ടില്ല. ഞാൻ ചെന്ന് എന്റെ മുന്നെയും എന്റെ പിന്നെയുമുള്ള വേറെ ആളുകളൊക്കെ പൊട്ടി കരഞ്ഞു വേണം. വലിയ വലിയ ആലിമീങ്ങൾ, വലിയ വലിയ നേതാക്കന്മാരൊക്കെ അവിടെ മരിച്ചു പോയിട്ടുണ്ട്. എന്നാലും നമ്മളൊക്കെ അറിവിൽ മസ്ഊദ് ഉസ്താദിന്റെ പേരിൽ കണ്ണുനീരൊലിപ്പിച്ചതുപോലെ ഒരു മരണം നമ്മുടെ ഓർമ്മയിലില്ല. ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധ ദീന് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അത് ശരിക്കും ഉൾക്കൊണ്ടത് പഠിച്ചത് ഉൾക്കൊണ്ട് അത് സമൂഹത്തിനോട് സംവദിച്ചു എന്നുള്ളതാണ്. അള്ളാഹു അവിടുത്തെ ദർജ കൊടുക്കട്ടെ. അള്ളാഹു അവിടുത്തെ ദർജ കൊടുക്കട്ടെ. ഇവിടെ മക്കൾക്ക്, ഭാര്യക്ക്, കുടുംബത്തിനൊക്കെ അള്ളാഹു വലിയ ഭാവി നൽകുമാറാവട്ടെ. ചെറിയ മക്കളാണ്, ചെറുപ്പക്കാരിയായ ഒരു ഭാര്യയാണ്. ആ കുടുംബത്തിന് വലിയ സമാധാനമായിരുന്നു, കുടുംബത്തിനോട് വലിയ സ്നേഹമായിരുന്നു. ആ കഥകളൊക്കെ ജ്യേഷ്ഠൻ പറയുന്നുണ്ട് ആ വീട്ടിലെ പ്രോഗ്രാമിലൊക്കെ യൂട്യൂബിലൊക്കെ കേൾക്കാം. പറഞ്ഞത് അതുപോലെ പ്രവർത്തിച്ച അനുഭവങ്ങൾ
മരിക്കാൻ പോവുകയാണെന്നുള്ള സൂചനകളൊന്നും തന്നില്ലെങ്കിലും ആ സ്നേഹത്തിൽ നിന്നും ഇടപാടുകളിൽ നിന്നൊക്കെ ലാസ്റ്റ് മനസ്സിലായത് മരണം മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാം വൃത്തിയാക്കി ഭംഗിയാക്കി അദ്ദേഹം യാത്ര പോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ ആയിരുന്നു തലേ ദിവസത്തെ ആള് ഗൂഡല്ലൂര്, പിറ്റേ ദിവസം കാസർകോട്ടാണ്. വീട്ടിൽ വന്ന് സുബൈയുടെ തൊട്ട് മുമ്പ് വന്ന് സുബൈ നിസ്കരിച്ചു. കുറഞ്ഞ സമയത്തൊന്ന് കിടക്കാൻ വേണ്ടിയിട്ട് കിടക്കുമ്പോഴാണ് ആ കിടത്തത്തിലാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് തളർച്ച അനുഭവപ്പെട്ടത്. ഞാൻ അവിടുന്ന് ജനാസ കണ്ട് തിരിച്ചു വരുമ്പോൾ എന്നോട് അയൽവാസി ഒരാൾ പറഞ്ഞു അത് വണ്ടിയതാണ്, ബാഗ് പോലും ഇറക്കി വെച്ചിട്ടില്ല, അടുത്ത യാത്രക്ക് ഒരുങ്ങുകയാണ്. ബാഗൊന്നും ഇറക്കിയില്ല, കാരണം ഇറക്കാൻ സമയമില്ല, ജസ്റ്റ് ഒന്ന് കിടന്ന്. അദ്ദേഹം തലേന്ന് രാത്രി വയലു പറഞ്ഞ സ്ഥലത്ത് സമാപന ദുആ എന്റെ അനുജനായിരുന്നു. അനുജനെ നമ്മളോട് പറഞ്ഞു തലേന്ന് അവിടെ പിടിച്ചു വെക്കാൻ നോക്കി, കാരണം കൂടല്ലൂരിന്ന് ഓടി വരണ്ടേ, അപ്പൊ കാസർഗോട്ടേക്ക് ഇവിടുന്ന് പോകാം, ഇവിടെ കിടന്നോളി, നിങ്ങൾ സ്ഥാപനത്തിൽ കിടക്കാൻ പറഞ്ഞു. അവിടെ കുടുംബങ്ങളും മക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ കണ്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞു. രാത്രിക്ക് രാത്രി 12:30 വയല് കഴിഞ്ഞു. സഹോദരിമാരെയും മക്കളെയൊക്കെ കണ്ട് നിൽക്കാൻ സമയമില്ല, എനിക്ക് വീട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് എത്തിയിട്ട് വേണം അടുത്ത യാത്ര. ആ യാത്ര അദ്ദേഹത്തിന്റെ മരണം കണക്കാക്കിയത് ഭാര്യയുടെയും മക്കളുടെയും അടുത്തുനിന്നായിരുന്നു, ആ വീട്ടിൽ നിന്നായിരുന്നു. മരണം അവിടെ വെച്ചാണ് എന്നുള്ള നിലയ്ക്കുള്ള തീരുമാനം കൊണ്ടാവണം അദ്ദേഹം തിരക്കിട്ടുകൊണ്ട് വീട് ലക്ഷ്യം വെച്ച് പോയത്. ഇല്ലെങ്കിൽ അവിടുന്ന് നേരെ കാസർഗോഡ് കണ്ടു വിട്ടാൽ മതിയായിരുന്നു. 1 മണിക്കൂർ 1.5 മണിക്കൂർ ഗ്യാപ്പിൽ. എന്റെ ചെറുപ്പക്കാരൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് എന്തൊക്കെ ഉദ്ദേശങ്ങൾ. അദ്ദേഹത്തിന്റെ ഉദ്ദേശം വയല് പറയലായിരുന്നു. വരുന്നത് വയല് കഴിഞ്ഞിട്ടാണ്, ഇനി പോകാനുള്ളത് വയലാണ്. നല്ലൊരു നീയത്തിലാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അള്ളാഹു വെറുതെ വിടൂല, ഒരു കുഴപ്പമുണ്ടാവില്ല. അള്ളാഹു അദ്ദേഹത്തിന് സ്വീകരിക്കും. നമുക്കറിയാം ഖുർആൻ മനപ്പാടമാക്കിയാൽ മണ്ണ് തൊടൂല എന്നാണ്. ഖബറിലെ മണ്ണിന് പേടിയാണ് ഖുർആൻ മനപ്പാടാക്കിയ ആളെ. മസൂദ് സഖാഫി ആ വിഷയത്തിൽ ഭാഗ്യവാനാണ്. വെറും ഒരു ഖുർആൻ പഠിച്ച ആളല്ലല്ലോ, ഖുർആൻ പഠിച്ചു, അത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഏറ്റവും നല്ല സൗന്ദര്യത്തിൽ ഖുർആൻ ഓതുന്നു. രാത്രി പൊതുജനങ്ങളോട് ദീൻ പറഞ്ഞു കൊടുക്കുന്നു. പകലിൽ മുത്തഅല്ലിമീങ്ങൾക്ക് കിതാബ് ഓതി കൊടുക്കുന്നു. സാധാരണ വാല് പറയുന്ന ആളുകൾ അവര് രാത്രിയുടെ ക്ഷീണം മാറ്റാൻ പകല് മുഴുവനും വിശ്രമത്തിലായിരിക്കും പലരും. മസൂദ് ഉസ്താദ് അദ്ദേഹത്തിന്റെ മുഖവും താടിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളൊക്കെ താഴെയാണ് പ്രായം കൊണ്ട്, നല്ലോണം നിറച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെ കണ്ടാൽ അദ്ദേഹത്തിന്റെ ചെറിയ അഞ്ജനം തോന്നും. കാരണം വിശ്രമമില്ലാത്തതിന്റെ പേരിൽ പ്രായത്തിന്റെ ആ ഒരു നര മുഖത്ത് അനുഭവപ്പെട്ടതൊക്കെ വിശ്രമിക്കാൻ സമയമില്ലാത്തതിന്റെ പേരിലാണെന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും ഒരു കുറഞ്ഞ വയസ്സിൽ അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ ഒരു വലിയ ആയുഷിന്റെ പണി അദ്ദേഹം ദുനിയാവിൽ തീർത്തുവെച്ചു. എത്ര ബന്ധങ്ങൾ, എത്ര സ്ഥലത്ത് അനുസ്മരണങ്ങൾ. ആ അനുസ്മരണ വേദികളിലൊന്നും കരയാതെ ആരും അദ്ദേഹത്തെ അനുസ്മരിച്ചിട്ടില്ല.